മാന്യപ്രേക്ഷകർക്ക് ട്രിപ്പ് ഓഫ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളുമായി NH-66 സീരീസിലെ 18ാമത് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. മലപ്പുറം തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയായ പൊന്നാനിയിൽ നിന്ന് തുടങ്ങി മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ കഴിഞ്ഞ് കാസർഗോഡ് ജില്ലയിലെ 2ാമത് റീച്ചും ഫിനിഷ് ചെയ്ത് 1ാമത് റീച്ചിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള കേരളത്തിൻ്റെ ആദ്യ റീച്ചിൽപ്പെട്ട ചെങ്കള മുതൽ വടക്കോട്ട് മൊഗ്രാൽ വരെ നീണ്ടുകിടക്കുന്ന 13 കിലോമീറ്റർ ദൂരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. 39 കിലോമീറ്റർ നീളമുള്ള തലപ്പാടി ചെങ്കള 1ാം റീച്ചിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഏതാണ്ട് 39 കിലോമീറ്റർ ദൂരത്തെ പ്രവൃത്തി 1700 കോടി രൂപയുടെ കരാറിലാണ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ റീച്ചിൽ ഏതാണ്ട് 11 അണ്ടർപാസുകൾ, 4 വലിയ പാലങ്ങൾ, അതുപോലെ 4 ചെറിയ പാലങ്ങളും, ഏതാണ്ട് 1130 മീറ്റർ നീളമുള്ള ഒരു ഫ്ലൈ ഓവർ, 3 കാൽനട മേൽപ്പാലം അഥവാ ഫുട് ഓവർ ബ്രിഡ്ജ്, പിന്നെ നിരവധി കൾവർട്ടുകൾ, അതുപോലെ തന്നെ ഏതാണ്ട് 63ഓളം ബസ് ഷെൽട്ടറുകൾ, ഇതിന് പുറമെ വളവുകൾ നിവർത്തുന്നതിന്റെ ഭാഗമായി 3 റീ അലൈൻമെന്റും അടക്കം ഉള്ള രീതിയിലാണ് ഈ ഒരു പ്രദേശത്തെ പ്രവൃത്തി വരുന്നത്. നിലവിൽ നമ്മൾ കവർ ചെയ്ത മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അനായാസകരമായ രീതിയിൽ നിർമ്മാണം നടത്താവുന്ന ഒരു പ്രദേശം കൂടിയാണ് കാസർഗോഡ് 1ാം റീച്ച് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യമായ വെള്ളക്കെട്ടുകളോ അതുപോലെ പുഴകളോ കൂടുതലായി വരുന്ന ഓവർ ബ്രിഡ്ജുകളോ വയാഡക്റ്റുകളോ ഒന്നും വരാതെ സമതല പ്രദേശവും കൂടിയായതിനാൽ ഈ പ്രദേശത്തെ പ്രവർത്തനം പൊതുവെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഈസി ആയിരിക്കുമെന്നാണ് ഒരു സാധാരണക്കാരായ ആളുകൾ എന്നുള്ള നിലക്ക് നമ്മുടെ ഒരു നിഗമനം. 2ാം റീച്ചിന്റെ ബോർഡറായ ചെങ്കളയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെയുള്ള രീതിയിൽ നിന്നും മാറ്റങ്ങൾ പ്രകടമാണ്. ചെങ്കളയിൽ റോഡിന്റെ വശങ്ങളിൽ പാർശ്വഭിത്തികൾ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഒരൽപ്പം മുന്നോട്ട് നീങ്ങുന്നതോടെ വീതി കൂട്ടിയിട്ട റോഡിന്റെ ഇടതുഭാഗത്തായി GSB WMM കോട്ടുകൾക്ക് മുകളിൽ ആദ്യ വിറ്റമിൻ കോട്ടിംഗ് അടിച്ച് കംപ്രസ് ചെയ്ത് അമർത്തിയിട്ടിരിക്കുന്നത് കാണാവുന്നതാണ്. അവിടങ്ങളിലൊക്കെ റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥലം നിരപ്പാക്കി പ്രവർത്തികൾ നടന്നു വരുന്നുണ്ട്. ചെങ്കള 4ാം മൈലിൽ അങ്ങാടിയിലൊരു കാൽനട മേൽപ്പാലം അഥവാ ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ വിദ്യാനഗർ ഉളിയത്തടുക്ക റോഡ് ക്രോസിംഗിൽ ഒരു 24 മീറ്റർ വീതിയിലുള്ള ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. പഴയ പ്ലാൻ അനുസരിച്ച് 9 അണ്ടർപാസുകളായിരുന്നു ഈ റീച്ചിലുണ്ടായിരുന്നത്. അത് BC റോഡ് നഗറിലും അതുപോലെ തന്നെ നായനാർ ഹോസ്പിറ്റലിന് മുന്നിൽ 2 അണ്ടർപാസുകൾ കൂട്ടി നിലവിലത് 11 അണ്ടർപാസുകളാണ് ഇപ്പോൾ ഈ റീച്ചിലുള്ളത്. പക്ഷേ ഈ പ്രദേശങ്ങളിൽ BC റോഡ് കഴിഞ്ഞാൽ പിന്നീട് ഒരു വാഹനം തിരിക്കണമെങ്കിൽ കാസർഗോഡ് നിലവിലുള്ള റൗണ്ട് അബൌട്ടിന് താഴെ ഫ്ലൈ ഓവറിന് താഴേക്ക് വരണമെന്നുള്ളതാണ്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ എല്ലാ ടൗണുകളിലും അങ്ങാടികളിലും അണ്ടർപാസുകൾ വേണമെന്ന നിരന്തരമായ ആവശ്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഈ റീച്ചിലെ പല അങ്ങാടികളിലും റോഡ് ക്രോസ് ചെയ്യാനുള്ള അണ്ടർപാസുകളുടെ അഭാവം വളരെയധികം പ്രകടമാണ്. പല സ്ഥലങ്ങളിലും 4-5 കിലോമീറ്റർ പോയതിനു ശേഷം മാത്രമേ വാഹനം മുറിച്ചെടുക്കാൻ പറ്റൂ എന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ കൗൺസിലുകളും മറ്റും രൂപീകരിച്ചുകൊണ്ട് ക്രോസിംഗ് സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനകീയ ഡിമാൻഡ് അടിസ്ഥാനത്തിൽ നിലവിലുള്ള 11 അണ്ടർപാസുകൾക്ക് പുറമെ 15 അണ്ടർപാസ് കൂടി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രപ്പോസൽ നാഷണൽ ഹൈവേ അതോറിറ്റി മുമ്പാകെ ഈ വർക്ക് കരാർ ഏറ്റെടുത്തിട്ടുള്ള കമ്പനി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത്. അത് അപ്രൂവൽ ആകുന്നതോടുകൂടി നിലവിലുള്ള 11 അണ്ടർപാസുകൾക്ക് പുറമെ 15 അണ്ടർപാസ് കൂടി വരുമ്പോൾ 26 അണ്ടർപാസുകളായിരിക്കും ഈ 39 കിലോമീറ്ററിനുള്ളിൽ വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാസർഗോഡ് ടൗൺ എത്തുന്നതോടുകൂടി നിലവിലുള്ള റൗണ്ട് അബൌട്ടിന്റെ 300 മീറ്റർ മുമ്പായി ആരംഭിക്കുന്ന 6 വരി ഫ്ലൈ ഓവർ അവിടെ മുതൽ കരണ്ടക്കാട് വരെയാണ് നീണ്ടു നിൽക്കുന്നത്. അതിന് മുകളിൽ 6 വരി ഫ്ലൈ ഓവറും താഴെ ഇരുഭാഗത്തും
4 വരി റോഡുമായിട്ടാണ് പോകുന്നത്. മാത്രമല്ല ആ ഫ്ലൈ ഓവറിന് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടിയാണ് വിശാലമായ ഫ്ലൈ ഓവർ വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവൃത്തി നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ ഫൗണ്ടേഷൻ, പില്ലർ പ്രവൃത്തികളൊക്കെ സജീവമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാസർഗോഡ് ഒരു ജില്ലാ ആസ്ഥാനം എന്നുള്ള നിലക്ക് ആ പ്രദേശങ്ങളിൽ അവിടെ നിർമ്മാണ പ്രവൃത്തികളും മറ്റും നടക്കുന്നുണ്ട് എങ്കിലും ഗതാഗതത്തിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ലാത്ത രീതിയിലാണ് നിലവിൽ വർക്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ നീളം 1130 മീറ്റർ അഥവാ 1 കിലോമീറ്ററും 130 മീറ്ററുമാണ്. കരണ്ടക്കാട് ജംഗ്ഷനിലാണ് ഫ്ലൈ ഓവർ അവസാനിക്കുന്നത്. കരണ്ടക്കാട് ജംഗ്ഷനിൽ നിന്നും പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ റോഡിന് ഇരുവശത്തും കെട്ടിടങ്ങളും മരങ്ങളും ഒഴിവാക്കി നിരത്തിയിട്ടിരിക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റുള്ള നിർമ്മാണങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. അടുക്കത്തുപയിലും റോഡിൻ്റെ ഇരുവശങ്ങളും നിരപ്പാക്കിയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുക്കത്തുപയിൽ നിന്നും ഏരിയയിൽ വരെ കാര്യമായി റോഡിന് മറ്റു നിർമ്മാണങ്ങളൊന്നും നടക്കുന്നില്ല. ഇതുപോലെ മണ്ണ് നിരത്തിയിട്ടതാണ് എങ്കിലും ഏരിയയിലെത്തുന്നതോടുകൂടി റോഡിൻ്റെ വലതുഭാഗത്ത് GSB ലെയറും WMM ലെയറും കൊടുത്ത് കംപ്രസ് ചെയ്ത് അവിടെ ഇട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് റോഡിൻ്റെ വലതുഭാഗത്ത് ഏതാണ്ട് കുടിലു വരെ ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ കാസർഗോഡ് ഭാഗങ്ങളിൽ മഴ പെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മെറ്റലിംഗ് പ്രവൃത്തികൾ, അതുപോലെ തന്നെ ബിറ്റുമിൻ പ്രവൃത്തികളൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ റെക്കോർഡിംഗ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവിടങ്ങളിലൊക്കെ പ്രൈമറി കോട്ട്, ഏരിയ പ്രദേശങ്ങളിലൊക്കെ പ്രൈമറി കോട്ട് ടാറിങ് കഴിഞ്ഞു എന്നാണ് കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ വീഡിയോ ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നതിന് വൈകുന്നതിന് അത് സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2 എപ്പിസോഡോട് കൂടി നമ്മൾ കാസർഗോഡ് റീച്ച് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് വീണ്ടും പറയാനുള്ളത്, പരമാവധി നമ്മുടെ ഈ ചാനൽ കാണുന്ന ആളുകൾ അതിൻ്റെ ഫുൾ റെസൊല്യൂഷനിൽ തന്നെ 4K ക്ലാരിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയാവുന്ന ആളുകളൊക്കെ ബിഗ് സ്ക്രീനുകൾ തന്നെ ഉപയോഗിക്കണമെന്നാണ് പുതിയ പ്രേക്ഷകർ വന്നിട്ടുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്. അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ചൗക്കിയിൽ ഉളിയത്തടിക്കാ റോഡ് ജംഗ്ഷനിൽ 15 മീറ്റർ വീതിയിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മൊഗ്രാൽ പുത്തൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. മൊഗ്രാൽ പുത്തൂരിൽ റെയിൽവേ ലൈനുമായി അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ റോഡിൻ്റെ പുതിയ അലൈൻമെൻറ്റ് വരുന്നത് വലതു ഭാഗത്തേക്ക് ചേർന്നുകൊണ്ടാണ്. നിലവിലുള്ള സ്ഥലത്ത് നിന്ന് റോഡ് അല്പം വലതു ഭാഗത്തേക്ക് മാറിയിട്ടുള്ള റീ അലൈൻമെൻറ്റിലാണ് അവിടെ വരിക. ഇവിടെയുള്ളൊക്കെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ മൊഗ്രാൽ പുത്തൂരിൽ ഒരു അണ്ടർപാസ് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എങ്കിൽ നിലവിലുള്ള പ്ലാൻ പ്രകാരം അവിടെ അണ്ടർപാസ് ഇല്ല. അവിടെ നിന്ന് മുന്നോട്ട് പോയി പിന്നീട് നമ്മളെത്തുന്നത് മധുവാഹിനി പുഴയുടെ അടുത്തേക്കാണ്, അഥവാ മൊഗ്രാൽ പാലത്തിലേക്ക്. മൊഗ്രാലിലെ മധുവാഹിനി പുഴയ്ക്ക് കുറുകെ 285 മീറ്റർ നീളത്തിലുള്ള ഒരു 6 വരി പുതിയ പാലം വരുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നമ്മൾ ഈ മധുവാഹിനി പുഴയുടെ തീരത്ത് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ അടുത്ത ദിവസങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് ഇത് വൈകുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ ചാനലിൻ്റെ കണ്ടൻറ്റും ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളിലേക്ക്, കൂട്ടുകാരിലേക്ക്, നാട്ടുകാരിലേക്കൊക്കെ ചാനലിനെ ഒന്ന് സജസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഞങ്ങളുടെ ഈ വീഡിയോയിൽ ചാനലിൽ വരുന്ന പോരായ്മകൾ, മിസ്റ്റേക്കുകൾ, ഇതൊക്കെ യാതൊരു മടിയും കൂടാതെ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ഞങ്ങളൊരു കമൻറ്റുകളും ഡിലീറ്റ് ചെയ്യാറില്ല. അതേപോലെ തന്നെ ഏറെക്കുറെ എല്ലാ കമൻറ്റുകൾക്കും ഞങ്ങൾ സമയത്തിനനുസരിച്ച് ഞങ്ങൾ മറുപടി കൊടുക്കാറുമുണ്ട്. നിങ്ങൾ തരുന്ന പിന്തുണ, ഞങ്ങളുടെ അടുത്ത് കാണുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഞങ്ങൾക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്താണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അതിൻ്റെ അർത്ഥത്തിലെത്തുന്നുണ്ട്, ആളുകളത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള സന്തോഷമാണ് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പിന്തുണയും പ്രതീക്ഷിക്കുകയാണ്.
മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.